ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡിറ്റർമിനിസ്റ്റിക് ഇൻവെൻ്ററി പ്രോബ്ലം വിത്ത് ഷോർട്ടേജസ്. നമ്മളിതുവരെ പഠിച്ചതിൽ വിത്ത് നോ ഷോർട്ടേജസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പഠിച്ചത്. അതായത് ഷോർട്ടേജസ് ഇല്ലാത്ത അവസ്ഥകൾ വരുന്ന സമയത്ത്, അതായത് ഇ ഒ ക്യു പ്രോബ്ലം വിത്ത് നോ ഷോർട്ടേജസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇ ഒ ക്യു പ്രോബ്ലം വിത്ത് ഷോർട്ടേജസ് ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ആൾ ദ എബോവ് മോഡൽസ് വിച്ച് ആർ ഡിസ്കസ്ഡ് എബോവ് ആർ ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ദർ ഈസ് നോ ഷോർട്ടേജ് കോസ്റ്റ്. ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ള മോഡലുകളിലെല്ലാം അതിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത് ഷോർട്ടേജ് കോസ്റ്റ് ഇല്ല എന്നുള്ളൊരു അസംഷനാണ്. പക്ഷേ ഈ മോഡലിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഷോർട്ടേജ് കോസ്റ്റ് ഉണ്ട് എന്നുള്ള അസംഷൻ വെച്ചിട്ടാണ് ഈ മോഡൽ ചെയ്യുന്നത്. ഡ്യൂ ടു ദാറ്റ് ദർ ഈസ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും തമ്മിൽ ട്രേഡ് ഓഫ് ഉണ്ടാവും. ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ഇൻക്രീസ് ആകുമ്പോൾ മറ്റൊന്ന് ഡിക്രീസ് ചെയ്യുക. അതായത് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിലായിരിക്കും വരുന്നുണ്ടാവുക എന്നർത്ഥം. ബട്ട് ദർ ആർ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഗെയിൻ മേ ഒക്കർ ഡ്യൂ ടു ഷോർട്ടേജസ്. സാധാരണഗതിയിൽ ഷോർട്ടേജസ് ഉണ്ടാകുമ്പോൾ ലോസാണ് സംഭവിക്കുകയെങ്കിൽ പോലും ചില സിറ്റുവേഷൻസിൽ ഷോർട്ടേജസ് ഉണ്ടാകുന്ന സമയത്ത് ഗെയിൻ ഉണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ എ കസ്റ്റമർ സീക്സ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഫൈൻഡ്സ് ദ ഇൻവെൻ്ററി എം ടി. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് സീക്ക് ചെയ്യുന്ന സമയത്ത് ഇൻവെൻ്ററി എം ടി ആണ് കണ്ടെന്ന് കഴിഞ്ഞാൽ ഡിമാൻഡ് ക്യാൻ ഐദർ ഗോ അൺഫുൾഫിൽഡ്. ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരികയും ഓർ ബി സാറ്റിസ്ഫൈഡ് വെൻ ദ ലേറ്റർ പ്രൊഡക്റ്റ് ബിക്കംസ് അവൈലബിൾ. പ്രൊഡക്റ്റ് പിന്നീട് അവൈലബിൾ ആവുന്ന സമയത്ത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ദ ഫോർമർ കേസ് ഈസ് കാൾഡ് എ ലോസ്റ്റ് സെയിൽ. ഫോർമർ കേസിനെ നമ്മൾ സെയിൽസ് നഷ്ടപ്പെടുന്നൊരവസ്ഥ എന്നും ലേറ്റർ കേസിനെ നമ്മൾ ബാക്ക് ഓർഡർ എന്നും പറയും. ലേറ്റർ ഈസ് കാൾഡ് ബാക്ക് ഓർഡർ. അതായത് സാധാരണഗതിയിൽ ഷോർട്ടേജസ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഗെയിൻ അല്ല ഉണ്ടാവാറ്, ലോസാണ് ഉണ്ടാവാറ്. കാരണം കസ്റ്റമറുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഇൻവെൻ്ററി ഇല്ലാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻവെൻ്ററി എം ടി ആവുന്ന സമയത്ത് കസ്റ്റമറുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാതെ വരികയും അൺഫുൾഫിൽഡ് ആവുന്ന സമയത്ത് ലോസ്റ്റ് സെയിലായി മാറുകയും ചെയ്യും. പക്ഷേ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ലേറ്റർ ടൈമിൽ പ്രൊഡക്റ്റ് അവൈലബിളായി മാറിയാൽ ചിലപ്പോൾ കസ്റ്റമർ വീണ്ടും ബാക്ക് ഓർഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷോർട്ടേജസ് ഒരു തരത്തിൽ എന്ത് വരാം? ഗെയിനായിട്ടും സംഭവിക്കാം. വൺ ഓഫ് ദ മെറിറ്റ് ഓഫ് അലൗവിങ് ഷോർട്ടേജസ്. ഇപ്പോൾ ഫേം ഷോർട്ടേജസിന് അലൗ ചെയ്യുകയാണ് വിചാരിക്കാം. അതായത് സാധാരണഗതിയിൽ ഷോർട്ടേജസ് ഉണ്ടാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ റീ ഓർഡർ പോയിന്റിൽ എത്തുന്ന സമയത്ത് തന്നെ പുതിയ ഇൻവെൻ്ററിക്ക് ഓർഡർ കൊടുക്കുകയോ അല്ലെങ്കിൽ ഈക്വലി സ്പേസ്ഡ് ഇൻ്റർവെല്ലിൽ ഇൻവെൻ്ററി പർച്ചേസ് ചെയ്യുകയോ ആണ് ചെയ്യാറ്. പക്ഷേ ഷോർട്ടേജസ് ഉണ്ടാവുന്നതിന് അലൗ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ സൈക്കിൾ ടൈം. അതുകൊണ്ട് തന്നെ സൈക്കിൾ ടൈം ഇൻക്രീസ് ചെയ്യുകയും സോ ദാറ്റ് ഓർഡറിങ് കോസ്റ്റ് ഓർ സെറ്റപ്പ് കോസ്റ്റ് ഈസ് സ്പ്രെഡ് ഓവർ ത്രൂ എ ലോങ് പീരിയഡ്. അതുകൊണ്ട് തന്നെ ഓർഡറിങ് കോസ്റ്റോ അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റോ ഇൻക്രീസ് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുകയോ ചെയ്യും. അനദർ ബെനിഫിറ്റ് ഓഫ് അലൗവിങ് ഷോർട്ടേജസ് ആർ ദാറ്റ് ഇറ്റ് മേ ബി നോട്ടീസ്ഡ് ദാറ്റ് വെൻ ദ യൂണിറ്റ് വാല്യൂ ഓഫ് ഇൻവെൻ്ററി ആസ് വെൽ ആസ് ക്യാരിയിങ് കോസ്റ്റ് ഈസ് ഹൈ. ഷോർട്ടേജസ് അലൗ ചെയ്യുന്ന സമയത്ത് ഇൻവെൻ്ററിയുടെ യൂണിറ്റ് വാല്യൂവും അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റും ഹൈ ആകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുന്നത്. ഇതാണ് ഡിറ്റർമിനിസ്റ്റിക് ഇൻവെൻ്ററി പ്രോബ്ലം വിത്ത് ഷോർട്ടേജസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ചില രണ്ട് സന്ദർഭങ്ങളെ ചെയ്യാറ്, റീ ഓർഡർ പോയിന്റിൽ എത്തുന്ന സമയത്ത്, ഇൻവെൻ്ററി റീ ഓർഡർ പോയിന്റിൽ എത്തുന്ന സമയത്ത് പുതിയ ഓർഡർ പ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈക്വലി സ്പേസ്ഡ് ഇൻ്റർവെല്ലിൽ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ മുഴുവനായിട്ട് ഇൻവെൻ്ററി എം ടി ആയി കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇൻവെൻ്ററി ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് കസ്റ്റമറുടെ ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരികയും അപ്പോഴാണ് പുതിയ ഓർഡറിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഷോർട്ടേജസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യും? ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് ഹൈ ആവുകയും അതുപോലെ തന്നെ സൈക്കിൾ ടൈം ഇൻക്രീസ് ചെയ്യുകയും ഓർഡറിങ് ഓർ സെറ്റപ്പ് കോസ്റ്റ് എന്നുള്ളത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. ഇൻ ഷോർട്ട്, we can classify these into two categories. As soon as the desired units of a certain commodity arrive in inventory, the back order is satisfied. ഒരു നിശ്ചിത കമ്മോഡിറ്റിയുടെ ഇൻവെൻ്ററി നമുക്ക് ഡിസൈഡ് യൂണിറ്റ് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഓർഡർ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും. ഇൻ ദീസ് കേസ് ദ ഡിമാൻഡ് ഓഫ് ദ കസ്റ്റമർ ഈസ് മെറ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്രൊഡക്ഷൻ റൺ. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ റണ്ണിൻ്റെ തുടക്കത്തിൽ കസ്റ്റമറുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. Shortages are lost sales. It is happening when the customer moves to some other places to meet his demand. ചിലപ്പോൾ ഷോർട്ടേജസ് എന്നുള്ളത് സെയിൽസ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണമായിട്ടും മാറാം. അങ്ങനെ വരുന്ന സമയത്ത് കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് കേസസ് ഈ ഷോർട്ടേജസിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഷോർട്ടേജസ് ലോസ് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ടേജ് കമ്പനിയുടെ കയ്യിൽ ആവശ്യത്തിന് കസ്റ്റമറുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള ഇൻവെൻ്ററി ഇല്ല എന്ന് കണ്ട കസ്റ്റമർ മറ്റൊരു പ്ലേസിലേക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കമ്പനിക്ക് ബാക്ക് ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുകയാണെന്നെങ്കിൽ, ബാക്ക് ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സെർട്ടൈൻ കമ്മോഡിറ്റി കമ്പനിക്ക് നിശ്ചിത ഡിസൈഡ് യൂണിറ്റിലെ ഇൻവെൻ്ററി ആയിട്ട് അറൈവ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കസ്റ്റമറുടെ മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഡിമാൻഡ് മീറ്റിംഗ്സ് എന്നുള്ളത് പ്രൊഡക്ഷൻ റണ്ണിൻ്റെ തുടക്കത്തിൽ തന്നെ മീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് സന്ദർഭവും ഷോർട്ടേജസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് പ്രോബ്ലം ഓഫ് EOQ വിത്ത് ഇൻസ്റ്റാൻറ്റേനിയസ് പ്രൊഡക്ഷൻ ആൻഡ് വേരിയബിൾ ഓർഡർ സൈക്കിൾ. ഇൻസ്റ്റാൻറ്റേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൽക്ഷണമായത്. ഇൻസ്റ്റാൻറ്റേനിയസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തൽക്ഷണം അല്ലെങ്കിൽ പെട്ടെന്നുള്ളതെന്ന് അർത്ഥം. ഇൻസ്റ്റാൻറ്റേനിയസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ തൽക്ഷണമുള്ള പ്രൊഡക്ഷനോ അല്ലെങ്കിൽ വേരിയബിൾ ഓർഡർ സൈക്കിളിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോബ്ലം ഓഫ് EOQ എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ദ ഇൻവെൻ്ററി സിസ്റ്റം റൺസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഫോർ എ സെർട്ടൻ പീരിയഡ് ഓഫ് ടൈം. അതായത് ഇൻവെൻ്ററി സിസ്റ്റം എന്നുള്ളത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഒരു നിശ്ചിത പീരിയഡ് ഓഫ് ടൈമിൽ സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക. ദാറ്റ് ഈസ് ഷോർട്ടേജസ് ആർ അലൗഡ്. ഷോർട്ടേജസിനെ അലൗ ചെയ്തിട്ടുണ്ടാവും. ദ കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് ഈസ് അസ്യൂംഡ് ടു ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആവറേജ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഷോർട്ട്. കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് എന്നുള്ളത് നോർമലി ആവറേജ് നമ്പർ ഓഫ് യൂണിറ്റ്സിനോട് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. Normally, the cost of shortage is assumed to be directly proportional to the average number of units short. Average number of unitsനോട് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആയിരിക്കും കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഷോർട്ടേജിനെ നമ്മൾ CS എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ദ ഷോർട്ടേജ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം പെർ യൂണിറ്റ് ക്വാണ്ടിറ്റിയെ നമ്മൾ CS എന്ന് സൂചിപ്പിക്കും. T1 എന്ന് പറഞ്ഞാൽ ടൈം ബിറ്റ്വീൻ ദ റെസിപ്റ്റ് ഓഫ് എൻ ഓർഡർ ആൻഡ് വെൻ ദ ഇൻവെൻ്ററി ലെവൽ ഡ്രോപ്സ് ടു 0 ദർ ഈസ് നോ ഷോർട്ടേജസ് എക്സിസ്റ്റ്. T1 എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ബിറ്റ്വീൻ റെസിപ്റ്റ് ഓഫ് എൻ ഓർഡർ. അതുപോലെ തന്നെ T2 എന്ന് പറഞ്ഞാൽ ടൈം ഡ്യൂറിങ് വിച്ച് ബാക്ക് ഓർഡർ ഓർ ഷോർട്ടേജസ് എക്സിസ്റ്റ്. ബാക്ക് ഓർഡറിൻ്റെ ടൈം അല്ലെങ്കിൽ ഷോർട്ടേജ് എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ടൈമിനെ നമ്മൾ T2 എന്ന് പറയുന്നത്. ടോട്ടൽ സൈക്കിൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ T1 പ്ലസ് T2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സൈക്കിൾ ടൈം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റ് പ്ലസ് ഷോർട്ടേജ് കോസ്റ്റ്, ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് കിട്ടും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇൻ്റർവെൽ T എൻ എമൗണ്ട് Q ഈസ് പ്രൊഡ്യൂസ്ഡ് ഓർ ഡെലിവേർഡ്. ഇൻ്റർവെല്ലിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ടൈം ഇൻ്റർവെല്ലിൻ്റെ അവസാനത്തിൽ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയോ ഡെലിവർ ചെയ്യുകയോ ചെയ്യും. ദ എമൗണ്ട് Q ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു Q1 ആൻഡ് Q2. ദാറ്റ് മീൻസ് Q1 പ്ലസ് Q2 ഈസ് ഈക്വൽ ടു Q. Q2 ഈസ് ദ എമൗണ്ട് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി ടേക്കൻ ടു സാറ്റിസ്ഫൈ പാസ്റ്റ് ഓർഡേഴ്സ് ഓർ അൺഫിൽഡ് ഡിമാൻഡ്. പാസ്റ്റ് ഓർഡേഴ്സോ അല്ലെങ്കിൽ അൺഫിൽഡ് ഡിമാൻഡോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ Q2 എന്ന് പറയുന്നത്. Q2 ഈസ് ദ എമൗണ്ട് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി ടേക്കൻ ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ Q2 എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണത്? ടു സാറ്റിസ്ഫൈ ദ പാസ്റ്റ് ഓർഡേഴ്സ് ഓർ അൺഫിൽഡ് ഡിമാൻഡ്. പാസ്റ്റ് ഓർഡേഴ്സോ അല്ലെങ്കിൽ അൺഫിൽഡ് ഡിമാൻഡോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ Q2 എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻവെൻ്ററി ഓവർ ടൈം പീരിയഡ് ഈസ് ഈക്വൽ ടു Q1 ഡിവൈഡഡ് ബൈ 2 T1. അതുപോലെ തന്നെ ഇതൊക്കെ ജസ്റ്റ് ഫോർമുലകൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ല. ഇത് ചില ഇതിൻ്റെ മാത്രമേ വരുന്നുള്ളൂ. കുറച്ച് ഫോർമുലകളുടെ മാത്രമാണ് ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ആവറേജ് ഇൻവെൻ്ററി അറ്റ് എനി ടൈം ഈസ് ഈക്വൽ ടു QT ഡിവൈഡഡ് ബൈ 2 T1 ഡിവൈഡഡ് ബൈ T. ടോട്ടൽ എമൗണ്ട് ഓഫ് ഷോർട്ടേജ് ഓവർ ടൈം പീരിയഡ് ഈസ് ഈക്വൽ ടു Q2 divided by 2 T2. Annual shortage cost is equal to CS into Q2 by 2 into T2 divided by T. Annual cost associated runs of size Q is equal to NCO, that is equal to D divided by QCO. D by Q runs are produced in each year. Therefore, total annual cost is equal to CH 1 by 2 Q1 T1 plus CS 1 by 2 Q2 T2 divided by T plus D by Q CO. Optimum quantity Q is equal to root of 2 DCO divided by CH into root of CH plus CS divided by CS. അതായത് EOQ എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ബാക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിൻ്റെ ഫോർമുലയിൽ വ്യത്യാസം വരും. റൂട്ട് ഓഫ് 2 DCO ഡിവൈഡ് ബൈ CH ഇൻറ്റു റൂട്ട് ഓഫ് CH പ്ലസ് CS ഡിവൈഡഡ് ബൈ CS എന്ന് വരും. ടൈം ബിറ്റ്വീൻ റെസിപ്റ്റ് ഓഫ് ഓർഡേഴ്സ് ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ D. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരാം? റൂട്ട് ഓഫ് 2 CO ഡിവൈഡഡ് ബൈ DCH ഇൻറ്റു റൂട്ട് ഓഫ് CH പ്ലസ് CS ഡിവൈഡഡ് ബൈ CS. Total optimum inventory cost is equal to root of 2 DCO CH. Maximum inventory level is equal to Q
ഇൻറ്റു 1 മൈനസ് CH പ്ലസ് CS ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 DCO ഡിവൈഡ് ബൈ CH ഇൻറ്റു റൂട്ട് ഓഫ് CS ഡിവൈഡ് ബൈ CH പ്ലസ് CS. ഒപ്റ്റിമം ഷോർട്ടേജ് ലെവൽ ഇൻ യൂണിറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു CH ഡിവൈഡ് ബൈ CH പ്ലസ് CS. ഇതൊക്കെ അതിൻ്റെ കുറച്ച് ഫോർമുലകളാണ്. ഇതിൽ ചില ഫോർമുലകൾ മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. എല്ലാ ഫോർമുലയും നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ള ഫോർമുലകൾ നമ്മൾ പ്രോബ്ലത്തിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുക മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ എന്താ ഇപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇൻവെൻറ്ററി പ്രോബ്ലംസ് നമ്മൾ ഇതുവരെ പഠിച്ച ഇൻവെൻറ്ററി പ്രോബ്ലംസ് എല്ലാം എന്താണ് നോ ഷോർട്ടേജസ് ആണ് അസംഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസംഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് കോസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു അസംഷനാണ്. ഷോർട്ടേജ് കോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതായത് സ്റ്റോക്ക് എം ടി ആയി മാറുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഇൻവെൻറ്ററി എം ടി ആയി വരുന്നൊരവസ്ഥ വരുന്നുണ്ട്. ഇൻ ഓർഡർ ടു മീറ്റ് അല്ലെങ്കിൽ ഫുൾഫിൽ ദ ഡിമാൻഡ് ഓഫ് ദ കസ്റ്റമർ ഇറ്റ് ഈസ് ഫെയിലിയർ. കസ്റ്റമറുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നത് ഫേം ഫെയിലിയർ ആയി വരുന്നൊരവസ്ഥ വരിക, അതിനെയാണ് നമ്മൾ ഷോർട്ടേജ് കോസ്റ്റ്. ഡിമാൻഡിനനുസരിച്ചിട്ട് സപ്ലൈ ഇല്ലാത്ത വരികയോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലാതെ വരുന്നൊരവസ്ഥയാണ് ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഷോർട്ടേജ് വരുന്ന സമയത്ത് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും തമ്മിൽ എന്ത് വരും? ട്രേഡ് ഓഫ് ഉണ്ടാവും, തുല്യതയ്ക്കുള്ള കൈമാറ്റം. അതായത് വൺ തിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അനദർ ഡിക്രീസ് ആയിട്ട് മാറും. പക്ഷേ ഇവിടെ ഗെയിനും സംഭവിക്കാം. ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് എല്ലായ്പ്പോഴും ലോസ് ആണെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഗെയിനും സംഭവിക്കാം. സാധാരണഗതിയിൽ ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് കസ്റ്റമർ മറ്റൊരു ഫേമിനെ ആശ്രയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സെയിൽസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ് വരിക, ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ എന്ത് വരാം? ഫേമിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറുടെ നീഡ് മീറ്റ് ചെയ്യാൻ അറൈവലായിട്ടുള്ള ഇൻവെൻറ്ററി സാധ്യമാക്കാൻ കഴിഞ്ഞാൽ ഫേമിന് ബാക്ക് ഓർഡർ എന്നുള്ളത് ലഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സ് നീഡ് മീറ്റ് ചെയ്യാൻ ബിഗിനിങ് ഓഫ് ദ പ്രൊഡക്ഷൻ റണ്ണിൽ സാധിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് പ്രോബ്ലം ഓഫ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വിത്ത് ഇൻസ്റ്റാൻറ്റേനിയസ് പ്രൊഡക്ഷൻ. ഇൻസ്റ്റാൻറ്റേനിയസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ തൽക്ഷണമുള്ള പ്രൊഡക്ഷൻ്റെയും അതുപോലെ വേരിയബിൾ ഓർഡർ സൈക്കിളിൻ്റെയും ഭാഗമായിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ പ്രോബ്ലമാണ് പറയുന്നത്. അതിൽ നമ്മൾ ഷോർട്ടേജ് കോസ്റ്റിനെയും കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കണമെന്ന് മാത്രം. ഷോർട്ടേജ് കോസ്റ്റിനെ നമ്മൾ CS എന്നും ടൈമിനെ നമ്മൾ T1 T2 ടോട്ടൽ ടൈം T1 പ്ലസ് T2 എന്നും Q എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് പറയുന്നത്? Q എന്ന് പറയുന്നത്. അത് Q1 Q2 എന്ന് രണ്ടെണ്ണമാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ EOQ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റൂട്ട് ഓഫ് 2 DCO ഡിവൈഡ് ബൈ CH ഇൻറ്റു റൂട്ട് ഓഫ് CH പ്ലസ് CS ഡിവൈഡ് ബൈ CS. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം കൂടിയാണ് ഇന്നത്തെ ഇതിൽ പറയുന്നത്. ഇല്യൂസ്ട്രേഷൻ 13. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് സപ്ലൈഡ് ബൈ രാജ് എ ഡീലർ വിത്ത് റിഗാർഡ് ടു ദ പ്രൊഡക്റ്റ് വിച്ച് ഈസ് ഡീലിംഗ് ബൈ ഹിം. ആനുവൽ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 20,000 യൂണിറ്റ്സ്. ഓർഡറിംഗ് കോസ്റ്റ് ₹20 per order. പ്രൈസ് ₹20 per unit. ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 20% ഓഫ് ദ വാല്യൂ ഓഫ് ഇൻവെൻറ്ററി per year. The dealer is considering the possibility of allowing some back order to occur. He has estimated that the annual cost of back ordering will be 25% of the value of inventory. What should be the optimum number of units of the product he should buy in one lot? What quantity of the product should be allowed to the back ordered, if any? What would be the maximum quantity of inventory at any time of the year? Would you recommend allowing back ordering? If so, what would be the annual cost saving by adopting the policy of back ordering? അതായത് ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. രാജ് എന്നുള്ള വ്യക്തിയെ സംബന്ധിച്ച ഇൻഫർമേഷനാണ്. ഒരു ഡീലറാണ്. അയാൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 20,000 യൂണിറ്റ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ് എന്നുള്ളത് 20 per order ആണ്. പ്രൈസ് എന്നുള്ളത് 20 per unit ആണ്. ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് 20% ഓഫ് ദ വാല്യൂ ഓഫ് ഇൻവെൻറ്ററി per year. ഒരു വർഷത്തിലുള്ള ഇൻവെൻറ്ററി വാല്യൂവിൻ്റെ 20% ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദ ഡീലർ ഈസ് കൺസിഡറിങ് ദ പോസിബിലിറ്റി ഓഫ് അലൗവിങ് സം ബാക്ക് ഓർഡർ. ബാക്ക് ഓർഡർ ഒക്കർ ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റോക്ക് ഔട്ട് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ബാക്ക് ഓർഡർ അലൗവിങ് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി ഡീലർ കൺസിഡർ ചെയ്യുന്നുണ്ട്. He has estimated that the annual cost of back ordering will be 25% of the value of inventory. അതായത് സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ഓർഡറിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് ഡീലർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അങ്ങനെ ബാക്ക് ഓർഡറിങ് ഉണ്ടാകുന്ന സമയത്ത് അതിന് വരുന്ന ആനുവൽ കോസ്റ്റ് എന്നുള്ളത് വാല്യൂ ഓഫ് ഇൻവെൻറ്ററിയുടെ 25% ആണെന്ന്. അതായത് ഹി ഹാസ് എസ്റ്റിമേറ്റഡ് ദ ആനുവൽ കോസ്റ്റ് ഓഫ് ബാക്ക് ഓർഡറിങ്ങിൻ്റെ ആനുവൽ കോസ്റ്റ് എന്നുള്ളത് 25% ഓഫ് ദ വാല്യൂ ഓഫ് ഇൻവെൻറ്ററി ആണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാണ്. വാല്യൂ ഓഫ് ഇൻവെൻറ്ററിയുടെ 25% ബാക്ക് ഓർഡറിങ്ങിൻ്റെ ആനുവൽ കോസ്റ്റ് എന്നുള്ളത് അയാൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇനിയോ വാട്ട് ഷുഡ് ബി ദ ഒപ്റ്റിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ഹീ ഷുഡ് ബൈ ഇൻ വൺ ലോട്ട്. ഒരു ലോട്ടിൽ ബൈ ചെയ്യാനുള്ള ഒപ്റ്റിമം നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത്
ആദ്യമായിട്ട് കണ്ടെത്തണം. വാട്ട് ഷുഡ് ബി ദ ഒപ്റ്റിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഒപ്റ്റിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ഹീ ഷുഡ് ബൈ ഇൻ വൺ ലോട്ട്. ഒരു ലോട്ടിൽ ബൈ ചെയ്യാൻ ആവശ്യമുള്ള ഒപ്റ്റിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എന്താണെന്ന് കണ്ടെത്തണം. വാട്ട് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി അലൗഡ് ടു ബി ബാക്ക് ഓർഡേഡ്. എത്ര ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റാണ് ബാക്ക് ഓർഡറിന് അലൗ ചെയ്യുന്നത്, എന്തുകൊണ്ട്. വാട്ട് വുഡ് ബി ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻറ്ററി അറ്റ് എനി ടൈം ഓഫ് ദ ഇയർ. ഒരു വർഷത്തിലെ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻറ്ററി എന്തായിരിക്കും. വുഡ് യു റെക്കമെൻഡ് അലൗവിങ് ബാക്ക് ഓർഡറിങ്. ഇഫ് സോ വാട്ട് വുഡ് ബി ദ ആനുവൽ കോസ്റ്റ് സേവിങ് ബൈ അഡോപ്റ്റിംഗ് ദ പോളിസി ഓഫ് ബാക്ക് ഓർഡറിങ്. പോളിസി ഓഫ് ബാക്ക് ഓർഡറിങ് അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആനുവൽ കോസ്റ്റ് സേവിങ് എത്രമാത്രം ഉണ്ടാകും എന്നുള്ളതും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഡിമാൻഡ് എന്ന് പറയുന്നത് 20,000 യൂണിറ്റ് പെർ ഇയർ. CO അല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് എന്നുള്ളത് 20 പെർ ഓർഡർ. പർച്ചേസ് കോസ്റ്റ് എന്നുള്ളത് 20 പെർ യൂണിറ്റ്. ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് 20 × 20/100 ആയിട്ടുള്ള 4 പെർ യൂണിറ്റ് പെർ ഇയർ. CS അല്ലെങ്കിൽ ഷോർട്ടേജ് കോസ്റ്റ് എന്നുള്ളത് എത്രയാണ്, 20 × 25%. 25%ആണ് ബാക്ക് ഓർഡറിങ് ചെയ്യുന്നത്, അതായത് ₹5 പെർ യൂണിറ്റ് പെർ ഇയർ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഇൻ യൂണിറ്റ്. വെൻ സ്റ്റോക്ക് ഔട്ട്സ് ആർ നോട്ട് പെർമിറ്റഡ്. സ്റ്റോക്ക് ഔട്ട് പെർമിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ EOQ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, √2DCO / CH, അതായത് 2 × 20,000 × 20/4 447 യൂണിറ്റ്. വെൻ ബാക്ക് ഓർഡേഴ്സ് ആർ പെർമിറ്റഡ്. ബാക്ക് ഓർഡേഴ്സ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അതായത് സ്റ്റോക്ക് ഔട്ടിനെ പെർമിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ Q കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √2DCO / CH × √CH + CS / CS. CH എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ്, CS എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, √2 × 20,000 × 20/4 × √4 + 5 / 5 600 യൂണിറ്റ് എന്ന ആൻസർ കിട്ടും. അതായത് ബാക്ക് ഓർഡർ പെർമിറ്റ് ചെയ്യുമ്പോൾ 600 യൂണിറ്റ് ആയിരിക്കും EOQ ഉണ്ടാവുക. സ്റ്റോക്ക് ഔട്ട് പെർമിറ്റ് ചെയ്യാതെ വരുന്ന സമയത്ത് 447 യൂണിറ്റ് ആയിരിക്കും EOQ ഉണ്ടാവുക. ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് ടു ബി ബാക്ക് ഓർഡേഡ് Q1 = അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ബാക്ക് ഓർഡറിൻ്റെ ഒപ്റ്റിമം ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ടു ബി ബാക്ക് ഓർഡേഡ്. ബാക്ക് ഓർഡർ ചെയ്യേണ്ട പ്രൊഡക്റ്റിൻ്റെ ഒപ്റ്റിമം ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് Q × CH / CH + CS. ദാറ്റ് ഈസ് ഈക്വൽ ടു 600 × 4 / 4 + 5 267 യൂണിറ്റ് എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്ത് കാണാൻ പറയുന്നത് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻറ്ററി അറ്റ് എനി ടൈം. മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻറ്ററി കാൽക്കുലേറ്റ് ചെയ്യണം. Q - Q1 ആണ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. Q - Q1 ആണ്. Q എന്ന് പറഞ്ഞാൽ 600 ആണ്, -Q1 എന്ന് പറയുന്നത് 267. അപ്പോൾ 333 യൂണിറ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മിനിമം വേരിയബിൾ ഇൻവെൻറ്ററി കോസ്റ്റ് ഇൻ കേസസ് വേർ സ്റ്റോക്ക് ഔട്ട് ആർ നോട്ട് പെർമിറ്റഡ് ആൻഡ് സ്റ്റോക്ക് ഔട്ട് ആർ പെർമിറ്റഡ്. സ്റ്റോക്ക് ഔട്ട് പെർമിറ്റ് ചെയ്യാത്ത സന്ദർഭത്തിലും സ്റ്റോക്ക് ഔട്ട് പെർമിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലുള്ള മിനിമം വേരിയബിൾ ഇൻവെൻറ്ററി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 447 യൂണിറ്റിൻ്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ ഫോർമുല, √2DCO × CH. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ √2 × 20,000 × 20/4 അപ്പോൾ 1789 എന്ന ആൻസർ കിട്ടും. ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 600 യൂണിറ്റ് ആകുമ്പോൾ √2DCO × CH × √CS / CH + CS. അപ്പോൾ നമുക്ക് √2 × 20,000 × 20/4 × √5 / 4 + 5 അപ്പോൾ നമുക്ക് 1334 എന്ന ആൻസർ കിട്ടും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈസ് ലെസ് വെൻ ബാക്ക് ഓർഡേഴ്സ് ആർ പെർമിറ്റഡ്. ബാക്ക് ഓർഡേഴ്സ് പെർമിറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് കുറവാണ്. ഹെൻസ് ദ ഡീലർ ഷുഡ് ആക്സെപ്റ്റ് ദ പ്രപ്പോസൽ ഓഫ് ബാക്ക് ഓർഡറിങ് ബിക്കോസ് ഇറ്റ് വിൽ സേവ് ₹455 പെർ ഇയർ. അതുകൊണ്ട് തന്നെ ഡീലർക്ക് എന്ത് ചെയ്യാം, ബാക്ക് ഓർഡറിങ് എന്നുള്ള പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാം. അതിലൂടെ 1789 - 1324 ആയിട്ടുള്ള 455 രൂപ അയാൾക്ക് സേവ് ചെയ്യാൻ കഴിയും. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ഔട്ട് വെച്ചിട്ടും സ്റ്റോക്ക് ഔട്ട് ഇല്ലാതെയും നമ്മളോട് രണ്ട് രീതിയിൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് ഔട്ട് ഇല്ലാതെ നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു, സ്റ്റോക്ക് ഔട്ട് വെച്ചിട്ട് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, മിനിമം ഇൻവെൻറ്ററി കോസ്റ്റും അതുപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് EOQ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഓർഡറിങ് പെർമിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ആ വർഷത്തിൽ ഡീലർക്ക് ബാക്ക് ഓർഡറിങ് അല്ലെങ്കിൽ ഷോർട്ടേജ് കോസ്റ്റ് പെർമിറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് 455 രൂപ സേവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്
ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ബാക്ക് ഓർഡറിങ് ചെയ്യാത്ത സന്ദർഭത്തിലോ ഷോർട്ടേജ് ഇല്ലാതെ പോവുകയാണെങ്കിൽ അയാൾക്ക് 1789 ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ അയാൾക്ക് 1334 വരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് 455 രൂപ പെർ ഇയറിൽ സേവ് ചെയ്യാൻ ബാക്ക് ഓർഡറിങ് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാക്ക് ഓർഡറിങ്ങിൽ കൂടെ അയാൾക്ക് 455 രൂപ അയാൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് ഷോർട്ടേജ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നത്, വീണ്ടും ആ പർട്ടിക്കുലർ ടൈമിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ബാക്ക് ഓർഡറിങ് കൂടെ 25% കോസ്റ്റ് ബാക്ക് ഓർഡറിങ്ങിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഓർഡറിങ്ങിന് വേണ്ടിയിട്ട് വാല്യൂ ഓഫ് ഇൻവെൻറ്ററിയുടെ ബാക്ക് ഓർഡറിങ്ങിന് വേണ്ടിയിട്ട് 25% ആനുവൽ കോസ്റ്റിൽ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേമിലെ ഡീലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 1789 മൈനസ് 1334 ആയിട്ടുള്ള ₹455 പെർ ഇയർ സേവ് ചെയ്യാൻ കഴിയും. ഒരു വർഷത്തിൽ ₹455 അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന്, ഡിറ്റർമിനിസ്റ്റിക് ഇൻവെൻറ്ററി പ്രോബ്ലം വിത്ത് ഷോർട്ടേജസ് എന്നുള്ള ഭാഗമാണ് പറഞ്ഞത്. അതായത് ഷോർട്ടേജസ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സാധാരണഗതിയിൽ ലോസ് ആണ് ഉണ്ടാവുക. കാരണം ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ടേജസ് നമ്മൾ ധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടേജസ് ഉണ്ടാവുക പറഞ്ഞാൽ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും തമ്മിൽ ട്രേഡ് ഓഫ് ഉണ്ടാവും. അതായത് ഒന്ന് ഇൻക്രീസ് ആകുമ്പോൾ മറ്റൊന്ന് ഡിക്രീസ് ആവും. പക്ഷേ ഷോർട്ടേജസ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ചില സന്ദർഭങ്ങളിൽ ഗെയിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഷോർട്ടേജസ് ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻറ്ററി ഫൈൻഡ്സ് എംറ്റി ആവുകയാണ്. ഇൻവെൻറ്ററി എംറ്റി ആവുന്ന സമയത്ത് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരികയും അതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്റ്റ് അൺഅവൈലബിൾ ആയിട്ട് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡിമാൻഡ് മീറ്റ് ചെയ്യാത്തൊരവസ്ഥ വരുന്നത്. പക്ഷേ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ സെയിൽസ് എന്തെങ്കിലും ലോസ്റ്റ് ചെയ്യപ്പെടും. പക്ഷേ കസ്റ്റമറുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഫേമിന് ആ പർട്ടിക്കുലർ പ്രൊഡക്ഷൻ റണ്ണിൽ തന്നെ സാധിച്ചു കഴിഞ്ഞാൽ ലേറ്റർ അതിന് ബാക്ക് ഓർഡർ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബാക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ഗെയിനായിട്ട് മാറും. അപ്പോൾ രണ്ട് കേസും വരാം. ഷോർട്ടേജസ് ആർ ലോസ്റ്റ് സെയിൽസും വരാം. അതുപോലെ തന്നെ സെർട്ടൻ കമ്മോഡിറ്റി അറൈവ് ഇൻ ഇൻവെൻറ്ററിയിൽ ചില കമ്മോഡിറ്റി അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈഡ് യൂണിറ്റ് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യാനും കഴിയും. അപ്പോൾ പ്രൊഡക്ഷൻ റണ്ണിൻ്റെ ബിഗിനിങ് ടൈമിൽ തന്നെ കസ്റ്റമർ ഓർഡർ മീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഷോർട്ടേജ് കോസ്റ്റും കൂടി നമ്മൾ ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഷോർട്ടേജ് കോസ്റ്റും കൂടി എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഫോർമുലയിൽ ഒരു ഷോർട്ടേജ് കോസ്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അതായത് അതും കൂടി ഇൻവോൾവ് ചെയ്യുന്നു അർത്ഥം. അപ്പോൾ ഫോർമുല എന്തായിട്ട് മാറും? √2DCO / CH ഇൻറ്റു √CH + CS / CS. അതേപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മറ്റേതിലായിരുന്നെങ്കിൽ √2DCO × CH ആയിരുന്നെങ്കിൽ ഇവിടെ അതെന്തായിരുന്നു? മിനിമം വേരിയബിൾ ഇൻവെൻറ്ററി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഇവിടെ എന്തായി മാറിയത്? ഇൻറ്റു √CS / CS + CH കൂടി ആകുമ്പോൾ ഈ ഫോർമുലകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യൽ മാത്രമാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ ഇതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പ്രോബ്ലം വിത്ത് ഷോർട്ടേജസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.